ഭഗവാനെ ഭൃഗുരാമ, രക്ഷിക്കണം. ഞങ്ങളുടെ വാസന്തി ഇതിനുള്ളിൽ പെട്ടുപോയി ഭഗവാനെ. ഭയപ്പെടാതിരിക്കൂ, മകൾക്കൊന്നും സംഭവിക്കില്ല. മാറി നിൽക്കൂ. കരയണ്ട മോളെ, ഭഗവാൻ കാത്തില്ലേ? ഭഗവാനെ, ഇങ്ങനൊരു ആപത്ത് ഞങ്ങൾക്ക് വന്നു ഭവിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഒക്കെയും ശ്രീധർമ്മശാസ്താവിന്റെ നിശ്ചയം. അദ്ദേഹത്തിന് അനിഷ്ടം തോന്നിയതിന്റെ പരിണിത ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിലെ ശ്രീധർമ്മശാസ്ത പ്രതിഷ്ഠ യോഗീഭാവത്തിലായതിനാൽ യൗവനയുക്തകളായ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യപൂങ്കാവനം പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. അതിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ സംഭവിച്ചത്. ഭഗവാനെ, ഞങ്ങളുടെ അറിവില്ലായ്മ പൊറുക്കണം. സരസു, നീയും മോളും മറ്റ് സ്ത്രീകളും നാട്ടിലേക്ക് പുറപ്പെട്ടുള്ളൂ. ഒളിപ്പിക്കുള്ളൂ. ശരിയായ തീരുമാനം. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्न विघ्नप्रचोदयात्. ശില്പിശ്രേഷ്ഠ, അനുഷ്ഠാനപരമായ ഭൂമി പൂജയും ആചാരപരമായ ആയുധപൂജയും കഴിഞ്ഞു. ഇനി ആചാര്യവന്ദനം ആരംഭിച്ചോളൂ. കണ്ണുകളിൽ സൂക്ഷ്മത, കൈകളിൽ കൃത്യത, മനസ്സിൽ ഏകാഗ്രത, ഇവ മറക്കരുത്. ശിലയിൽ പതിക്കുന്ന ഓരോ കല്ലുളിപ്പാടും ഒരു കുഞ്ഞിന്റെ കാതുകുത്ത് എന്നതുപോലെ വേദനിപ്പിക്കാതെ സൂക്ഷ്മതയോടെ വേണം. പടികളുടെ അളവുകൾ കൃത്യമായിരിക്കണം. ഏഴങ്കുലവും ഒരു യവവും. എല്ലാം ആചാര്യന്മാരുടെ അനുഗ്രഹം പോലെ. മംഗളം. ആരംഭിച്ചോളൂ.
മൂപ്പനോട് പറയാം. വാ. മൂപ്പാ. ഊരുകൂട്ടങ്ങളെ, നിനച്ചിരിക്കാത്ത ആപത്ത് കാട്ടിന് മീതെ വീണിരിക്കണ. ഞാള് വണ്ടതിനെടുക്കാൻ മലയിൽ കയറിയപ്പോൾ ഒരാളനക്കം നോക്കിയപ്പോ കുറെ നാട്ടുവാസികൾ. നമ്മള് കൂട്ടം കൂടി കാട്ടുമുത്തിയെ സേവിക്കണ പാറേന്റെ മോളില് വരയ്ക്കണ്, കുത്തി പൊളിക്കണ്, കാട് ചൂണ്ടി മുണ്ടണ്. കാട് കൈയടക്കാൻ വന്ന നാട്ടുവാസികളാകും. എങ്കിലവരെ വെറുതെ വിടാൻ പാടില്ല. അവര് ഒരു കൂട്ടം ആളുണ്ട്, മുറിച്ചാ മുറിയണ ആയുധങ്ങളും. ആയുധങ്ങൾ ഉണ്ടെങ്കിൽ എന്താ? ആനയും കടുവയും ഒക്കെ പേടിക്കാതെ വേട്ടയാടി പിടിക്കണ നമ്മൾ എന്തിനാ മനുഷ്യനെ പേടിക്കണത്? മൃഗങ്ങളൊന്നും ചതിക്കില്ല. ആ, കാട്ടിന്റെ നേരുവിട്ട് കൊല്ലില്ല. പക്ഷേ നാട്ടുമനുഷ്യര് ചതിക്കും. നേരും നെറിയില്ലാണ്ട് കൊല്ലും. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ആയുധങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാടറിയണ മനസ്സുണ്ട്. വെട്ടം മറഞ്ഞ നാട്ടുവാസികളുടെ കണ്ണും മറയും. അപ്പോ ആക്രമിക്കണം. ദിക്കും ദശയും തെറ്റി കാടറിയാതെ അവര് പേടിക്കും. അങ്ങനെ നമുക്കവരെ തോപ്പിക്കാം. കാട്ടുമുത്തി നമുക്ക് കാവല് വരും. കാടിന്റെ മക്കളെ കാട്ടുമുത്തി കാത്തോളും. എല്ലാരും തയ്യാറായി നിന്നോളിൻ. മാനം ഒന്ന് കറക്കട്ടെ. ഭഗവാനെ, ധർമ്മശാസ്താവേ, എന്തൊരു ചൈതന്യമാണ് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേക കാന്തിക ശക്തി തന്നെ ഈ സ്ഥലത്തിനുണ്ട്. ഇവിടം തന്നെയാണ് ഭഗവാന്റെ ധ്യാനരൂപം പ്രതിഷ്ഠിക്കാൻ ഉത്തമമായ ഇടം. അണ്ണ, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. നിർഗുണമായ സ്വരൂപമാണ് ഈശ്വരനുള്ളത്. പിന്നെന്തിനാണ് നമ്മൾ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത്? സമസ്ത ചരാചരങ്ങളിലും ഈശ്വരനുണ്ടല്ലോ. അപ്പൊ പിന്നെ വിഗ്രഹത്തിൽ ഈശ്വരനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? സാധാരണക്കാർക്ക് ഈശ്വരന്റെ നിർഗുണരൂപം സങ്കല്പിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടും ഏകാഗ്രത ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുമാണ് വിഗ്രഹത്തിൽ ഈശ്വരനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതാ, നിന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തരായവർ എത്തിക്കഴിഞ്ഞു. എന്താ ശില്പികൾ തമ്മിലൊരു ചർച്ച? വിശ്വകർമാവ് നിർദ്ദേശിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? അടിയങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം എല്ലാം വിവരിച്ചു തന്നത്. അനുജൻ ക്ഷേത്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ലോകാനുഗ്രഹാർത്ഥം സ്ഥിരമായി നിലകൊള്ളുന്നതും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതുമായ സഗുണോപാസനാ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ.
രൂപഭാവങ്ങളില്ലാതെ നിർഗുണവും നിരാകാരവുമായ ഈശ്വരനെ മനസ്സിൽ സങ്കല്പിക്കാനും ആരാധിക്കാനും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ സഗുണ സാകാര രൂപത്തിൽ ദേവതാസങ്കല്പങ്ങൾ സൃഷ്ടിച്ചത്. ആ ദേവതകളെ കുടിയിരുത്തിയുള്ള ക്ഷേത്രങ്ങളുണ്ടായതും അതുകൊണ്ടാണ്. പരം, വ്യൂഹം, വിഭവം, അർച്ച, അന്തര്യാമി എന്നീ 5 രൂപങ്ങളിൽ ഈശ്വരൻ പ്രകാശിക്കുന്നുണ്ട്. അതിൽ അർച്ച ഒഴിച്ചുള്ള ഈശ്വരഭാവങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. നിഷ്കാമമായി അനുഷ്ഠിക്കേണ്ട കർമ്മയോഗവും യമനിയമാദികൾ കർശനമായി പാലിച്ചുകൊണ്ടുള്ള ജ്ഞാനയോഗവും മോക്ഷപ്രദങ്ങളെങ്കിലും അതീവ സങ്കീർണവും സാമാന്യ ജനങ്ങൾക്ക് അവ അസാധ്യവുമാണ്. അതിന് പകരമാണ് അർച്ചാരൂപത്തിൽ, അതായത് വിഗ്രഹരൂപത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ക്ഷേത്രം എന്ന വാക്കിന് ശരീരം എന്നാണ് അർത്ഥം. ദേവചൈതന്യത്തെ മനുഷ്യ ശരീര പ്രതീകമായി സങ്കൽപ്പിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. ഗർഭഗൃഹം ശിരപ്രോക്തം, അന്തരാളം മുഖം തഥാ, സുഖാസനം ഗളൈച്ചൈവ ബാഹുശ്ചൈവ അർദ്ധമണ്ഡപം. മഹാമണ്ഡപം കുഷ്യസ്യാൽ പ്രാകാരം ജാനുജംഘയോ ഗോപുരം ദേവപാദം സ്യാൽ ഇദ്യതേ ക്ഷേത്രലക്ഷണം. ഗർഭഗൃഹം ശിരസ്സായും അകത്തെ പ്രദക്ഷിണ വഴി മുഖമായും, മണ്ഡപം കഴുത്തായും, നാലമ്പലം കൈകളായും, പുറത്തെ പ്രദക്ഷിണ വഴി ഉദരഭാഗമായും, പുറം മതിൽക്കെട്ടുകൾ കണങ്കാലുകളായും, ഗോപുരം പാദങ്ങളായും സങ്കൽപ്പിച്ച് നിർമ്മിക്കുന്നു. തന്ത്രാഗമങ്ങളിൽ താന്ത്രിക ക്രിയകൾ 2 വിധമാണ്. 1 ബാഹ്യവും 2 ആന്തരികവും. ആന്തരിക ക്രിയകളുടെ പ്രതീകാത്മക ആവർത്തനമാണ് ബാഹ്യക്രിയയിൽ നടക്കുന്നത്. യോഗികൾ ആന്തരിക ക്രിയകൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾക്കായി തന്ത്രിമാർ ക്ഷേത്രങ്ങളിൽ ബാഹ്യക്രിയകൾ ചെയ്യുന്നു. ക്ഷേത്ര ദർശനവും നിർമ്മല ഭക്തിയും ഒരു മനുഷ്യന് ഏകാഗ്രത നൽകുകയും അയാൾ ക്രമേണ എല്ലാ വസ്തുക്കളിലും ഭഗവാനെ ദർശിക്കുകയും ബാഹ്യക്രിയകളിൽ നിന്നും നിഷ്ക്രമിച്ച് ആന്തരിക പൂജയിലേക്ക് മാറുന്നതുമാണ്. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ഭഗവത് ചൈതന്യം ആവാഹിച്ച് വിഗ്രഹത്തിൽ ഭഗവാനെ കുടിയിരുത്തിയാണ്. തന്ത്രികൾ പ്രാണനെ ആവാഹിച്ച് വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. തുടർന്നുള്ള താന്ത്രിക ക്രിയകളോടെ പ്രപഞ്ചശക്തി ആർജിക്കുന്ന വിഗ്രഹം അതിന്റെ സാമീപ്യം തേടുന്ന ഭക്തർക്ക് ഊർജവും അനുഗ്രഹവും ഏകുന്നു. വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഊർജം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ പുരുഷഭക്തർ അർദ്ധനഗ്നരായി വേണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. അവർ ഹൃദയപത്മത്തിൽ ഊർജം സ്വീകരിക്കുമ്പോൾ സ്ത്രീഭക്തർ പുരികങ്ങൾക്കിടയിലെ
ആജ്ഞാചക്രത്തിലൂടെ ഊർജം സ്വീകരിക്കുന്നു. ആയതിനാൽ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ശിരോവസ്ത്രം ഒഴിവാക്കേണ്ടതുമാകുന്നു. അടിയങ്ങളുടെ അറിവില്ലായ്മ നീക്കി ജ്ഞാനം പ്രദാനം ചെയ്ത ഈ വാക്കുകൾ എല്ലാ ലോകർക്കും സംശയ നിവാരണയും ഉപയോഗപ്രദവും തന്നെയാണ്. നന്ദി മുനീശ്വരന്മാരെ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം. ധർമ്മിഷ്ഠൻ മരണശേഷവും ജീവിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ